തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് പങ്കുവച്ചതിന് ഡൽഹിയിൽ CRPF ഉദ്യോഗസ്ഥനെയും രാജസ്ഥാനിൽ ഒരു യുവാവിനെയും അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ പലതവണ വന്നിട്ടുള്ള യൂട്യൂബർ മൽ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്ര, പഞ്ചാബിൽ നിന്നുള്ള ഗുസാല എന്നീ യുവതികളെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നായി കുറഞ്ഞത് 12 പേരെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വിവിധ അന്വേഷണ ഏജൻസികളും പോലീസും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചാര ശൃംഖലയിലൂടെ സാന്നിധ്യം ഉത്തരേന്ത്യയിലുടനീളം വ്യാപിച്ചിരുന്നുവെന്നാണ് അന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയതിനാലാണ് CRPFൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മോത്തിറാം ജാട്ടിനെ അറസ്റ്റ് ചെയ്തെന്നും ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചു. മോത്തിറാം സജീവമായി ചാരവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ 2023 മുതൽ പാക് ഉദ്യോഗസ്ഥർക്ക് ഇയാൾ കൈമാറിയിരുന്നുവെന്നും ഭീകര വിരുദ്ധ ഏജൻസി വെളിപ്പെടുത്തി. മോത്തിറാമിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചതിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്തിയത്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവിധ മാർഗങ്ങളിലൂടെ CRPF ഉദ്യോഗസ്ഥനായിരിക്കെ മോത്തിറാമിന് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും NIA വെളിപ്പെടുത്തി. ഡൽഹിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മോത്തിറാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പട്യാല ഹൗസ് കോടതിയിലെ പ്രത്യേക കോടതി ജൂൺ 6 വരെ ഇയാളെ NIA കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ NIA ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രാജ്യസുരക്ഷ അപകടത്തിലാക്കുന്ന എന്തൊക്കെ വിവരങ്ങൾ ഇയാൾ കൈമാറിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തമാവൂ. മോത്തിറാം ജാട്ടിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും വിധം സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്തതായും CRPF വക്താവ് അറിയിച്ചു. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2 ആഴ്ചക്കിടെ അറസ്റ്റിലായ 1 ഡസനിലേറെ പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം സുരക്ഷാ ഏജൻസികൾ ചാരവൃത്തി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ചാരവൃത്തി ശൃംഖലകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളഞ്ഞിട്ടില്ല. അന്വേഷണങ്ങൾ തുടരുകയാണ്. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ തന്ത്രപ്രധാനമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയതായി കണ്ടെത്തിയ രാജസ്ഥാൻകാരനായ ഖാസിം എന്നയാളെയും അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ നിന്നുള്ളയാളാണത്. ഇയാളെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻകാരിയെ വിവാഹം കഴിച്ച ഖാസിം ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി ഉണ്ടായ ദിവസങ്ങളിൽ അവരുമായി പലതവണ ബന്ധപ്പെട്ടിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഏതാനും ദിവസം മുമ്പ് ഗുജറാത്തിൽ നിന്നും 28-കാരനായ സഹദേവ് സിംഗ് ഗോഹിൽ എന്നയാളെ പാക് ചാരവൃത്തിയുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗുജറാത്തിലെ പാക് അതിർത്തി ജില്ലയായ കച്ചിൽ കരാർ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകനായി ജോലി ചെയ്തു വരികയായിരുന്നു ഗോഹിൽ. അതിഥി ഭരദ്വാജ് എന്ന പേരിലുള്ള പാകിസ്ഥാൻ ഏജന്റായ യുവതിയുടെ പേരിലാണ് ഗോഹിലിനെ ചാരപ്രവർത്തനത്തിനായി വശീകരിച്ചതെന്നും ഗുജറാത്തിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ടെറ്റിസ് സ്ക്വാഡ് 8 അറിയിച്ചു. അതിഥി എന്നത് വ്യാജ പേരാണെന്നാണ് കരുതുന്നത്. അതിർത്തി സുരക്ഷാ സേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും നിർമ്മാണത്തിലിരിക്കുന്നതും നിലവിലുള്ളതുമായ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഗോഹിലിനോട് അവർ ആവശ്യപ്പെട്ടത്. ചില വിവരങ്ങളെങ്കിലും ഇയാൾ പാക് ചാരന്മാർക്ക് കൈമാറിയിരുന്നെന്നാണ് കരുതുന്നത്. കേരളത്തിൽ അടക്കം വന്ന് വീഡിയോകളും ഫോട്ടോകളും എടുത്ത് ഹരിയാനയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സർ ജ്യോതി മൽഹോത്രയെ കഴിഞ്ഞ 17-നാണ് പാക് ചാരപ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്ന ജ്യോതിയിലൂടെ വലിയ ചാരപ്രവർത്തനമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ചാരപ്രവർത്തനത്തിന് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്നറിയപ്പെടുന്ന എഹ്സാൻ ഉർ റഹീമുമായി ജ്യോതി ആശയവിനിമയം നടത്തിയിരുന്നു. ഇയാളെ പിന്നീട് ഇന്ത്യ പുറത്താക്കി. ജ്യോതിക്ക് യൂട്യൂബിൽ 3.77 ലക്ഷം സബ്സ്ക്രൈബർമാരും ഇൻസ്റ്റഗ്രാമിൽ 1.33 ലക്ഷം ഫോളോവേഴ്സും ഉണ്ട്.